ഒഡീഷയിലെ വ്യത്യസ്തമായ കല്യാണത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമല്ല, മൂന്നാമത്തെ ദിവസം എന്തൊക്കെയാണ് പരിപാടി എന്നാണ് ഇന്നത്തെ വീഡിയോ. അവരെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കയറ്റണം, ഇല്ലെങ്കിൽ അവർ കയറില്ല. അവരങ്ങനെ തന്നെ നിൽക്കും. ഒരുപാട് സാധനങ്ങൾ കൊണ്ടായിരിക്കും അവർ വരിക. അവർ കൊണ്ടുവരുന്ന സാധനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും മക്കളെ. എനിക്ക് മേക്കപ്പൊന്നും അങ്ങനെ വലിയ അറിയില്ല, ചെറുതായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ലിഫ്റ്റിക്കൊക്കെ ഇടുന്നതുകൊണ്ട് ഓക്കെ. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവരെ കാല് കഴുകി സ്വീകരിക്കുക, ഇതൊക്കെ ഇപ്പോഴും ഒഡീഷയിൽ നടക്കുന്ന ഒരു സംഭവങ്ങളാണ്. വാഴ കന്ന് കൊണ്ടുവരും, തെങ്ങ് കൊണ്ടുവരും. പണ്ടത്തെ കാലത്ത് ഒരു പശുക്കുട്ടീനെ കൂടി കൊണ്ടുവരും അത്രേ. എൻ്റെ അമ്മയൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പശുക്കുട്ടീനെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ റിസപ്ഷന് വേണ്ടി എല്ലാം ഒരുങ്ങിയിരിക്കാൻ റെഡിയായി. അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ വീഡിയോ ആണ്. അപ്പോൾ രാത്രിയിലാണ് പ്രോഗ്രാം. രാവിലെ ഞാൻ പോയിട്ട് എല്ലാ ഹെൽപ്പെല്ലാം ചെയ്തു. ഒരു 4 മണിയാകുമ്പോഴും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നേ. ഇനിയിപ്പോൾ രാത്രിക്കാണുള്ള ഫംഗ്ഷൻ. മാളൂനെയും മോനെയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് കൊണ്ടുവന്നത്, കല്യാണത്തിൻ്റെ അന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഒഡീഷയിലെ മാരേജ് വീഡിയോ ആണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അപ്പോൾ മോനും കൂടി മാളുവിൻ്റെ ഹോസ്റ്റലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ നാട്ടിൽ പോയി വന്നപാട് മാളുവിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? നമ്മളെ കേരളത്തിൽ നാട്ടിൽ പോയപ്പോൾ വാങ്ങിയ ഡ്രസ്സാണ്. ഇപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. എൻ്റെ സാരിയും ഇതൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് മേക്കപ്പൊന്നും അങ്ങനെ വലിയ അറിയില്ല, ചെറുതായിട്ട് നിട്ടതാണ്. പിന്നെ ഇവിടെ ലിഫ്റ്റിക്കൊക്കെ ഇടുന്നതുകൊണ്ട് ചെറുതായി ഇട്ടതാണ്. കൊള്ളാവോ? ഓക്കെ. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എടുത്തൊരു ഫോട്ടോയാണിത്. നമ്മൾ തറവാട്ടിലെത്തിക്കഴിഞ്ഞു. തറവാട്ടിലെത്തിയപാട് നമ്മുടെ പന്തലൊക്കെ ഞാൻ നേരത്തെ രാവിലെ കാണിച്ചു തന്നില്ലേ, അത് അവിടെ എല്ലാം ഡെക്കറേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട്. സ്റ്റേജ് അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അത് അങ്ങ് കാണുന്നില്ലേ, ഇത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഞാൻ രാവിലെ കാണിച്ചത്. അപ്പം നമ്മുടെ പെൺകുട്ടി ഇതാ, കല്യാണ പെൺകുട്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. അതാ ഇറങ്ങി വന്നപ്പോൾ തന്നെ അവർ ബൈക്കിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കുറച്ച് ഫോട്ടോസ് അവർ കല്യാണ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി, കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു കറക്കായിരുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ച് വന്നിട്ട് പിന്നെ അവരെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടല്ലോ. ഇനി സ്റ്റേജിൽ ഇരുത്തിയിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫാമിലിയിലുള്ള മെമ്പേഴ്സിലുള്ള ഫോട്ടോ എടുക്കും. ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും വരും കേട്ടോ. ചെക്കൻ്റെ അവിടുത്തെ ഫംഗ്ഷനാണല്ലോ. ഇനി പെണ്ണിൻ്റെ അവിടെ നിന്ന് അവരുടെ വീട്ടുകാരും വരും. അവരെങ്ങനെ ചുമ്മാതൊന്നുമല്ല വരിക, കൈവീശി വരാനൊന്നും പറ്റില്ല. ഒരുപാട് സാധനം. എന്താണ് ഇത്രക്കാര്യം സാധനം എന്ന് കണ്ടാൽ നിങ്ങൾ എന്നെ അത്ഭുതപ്പെട്ടു. അത്രയ്ക്കുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ. അപ്പോൾ ഇവിടെ ചെക്കനും പെണ്ണിനെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ സ്റ്റേജിലേക്ക് കയറ്റിയാണ്. നമ്മളൊരു ചെറിയ ഓപ്പൺ സ്റ്റേജാണ്, കാരണം ഭയങ്കര ചൂടാണ് ഇവിടെ. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ തുറന്ന ഇതിലാണ്. പിന്നെ നമുക്ക് റോഡിലാണ് ഈ സ്റ്റേജൊക്കെ കെട്ടിയിരിക്കുന്നത്. നമുക്ക് അങ്ങനെ വലിയ പ്ലേസ് ഇല്ല. തറവാട്ടിൽ റോഡും ഈ കയറി പോകുന്ന സ്റ്റെപ്പില്ല, അതിൻ്റെ അപ്പുറത്ത് പുഴയാണ്, വലിയ പുഴയും. ഞാൻ ആ പുഴയൊക്കെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ. പുഴയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഈ മരമില്ലേ, ആ അങ്ങ് കാണുന്ന ആ മരത്തിൻ്റെ അപ്പുറത്ത് പുഴയാണ്. അപ്പോൾ അവിടെ അവർക്ക് വലിയ സ്ഥലമില്ല. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്, മുറ്റെന്ന് പറയാൻ റോഡാണ്, വാഹനങ്ങളൊക്കെ പോകുന്ന റോഡ്. അപ്പോൾ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുകളിലേക്കുള്ള വാഹനങ്ങൾ, അല്ലാതെ ബസ്സൊന്നുമല്ല. അവരവരുടെ വീടുകളിലേക്കുള്ള പോക്കറ്റ് റോഡില്ല, അങ്ങനത്തെ റോഡാണ് കേട്ടോ. ഇവരെ അങ്ങോട്ട് കയറ്റിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, സാരി കൊണ്ട് തലമറിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കണ്ടില്ലേ. ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രമാണ് പെൺകുട്ടിക്ക് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് നിൽക്കുന്നത്. അതും മറയ്ക്കാൻ പറ്റി അവർ മറക്കായിരുന്നു, കാരണം വീഡിയോ കാസ്റ്റിൽ കാണണ്ടേ. അതുകൊണ്ട് മാത്രമാണ് തല ഇങ്ങനെ ഫേസ് ഒന്ന് കാണിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഓരോ ചടങ്ങുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ ഫേസ് ഇതാ, ഇന്നലെ ഞാൻ കാണിച്ചല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ സാരി എത്രമാത്രം മറച്ചിട്ടാണ്, അതേപോലെയാണ്. അപ്പോൾ അതാ ചെക്കനും പെണ്ണിൻ്റെയും കൂടെ എൻ്റെ മാളു പോയിരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റിൻ്റെയൊക്കെ പേരെഴുതി വെക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺഫ്യൂഷനായി ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരൊക്കെ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുന്ന ഗിഫ്റ്റുകളൊക്കെ അപ്പം പേരെഴുതി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാളുവിനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പം മാളു അവിടെ ഇരുന്നിട്ട് ഇവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ലിപ്പി, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടില്ലേ എൻ്റെ ചെറിയ കുഞ്ഞമ്മേൻ്റെ
മോളും അവളും വന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പട്ട് സാരിയൊക്കെ എടുത്തിട്ട് അവളും വന്നിട്ടുണ്ട്. അവൾ എന്നെ വിളിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ എടുക്കാം, നീ ആദ്യം അവിടെ നിൽക്ക്, മാളുവിൻ്റെ കൂടെ നീ ഇരിക്കുക. നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോയിട്ട്, പിന്നെ ഇവർ പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ തിരക്കാവും, അപ്പം നമുക്ക് വേഗം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും നിന്ന് എടുക്കുകയായിരുന്നു ഫോട്ടോയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാമിലിയും കൂടി ഫോട്ടോ എടുത്ത് ചേട്ടൻ വന്നപ്പോൾ നമ്മളും കൂടി എടുത്തു. അപ്പോൾ അതാ സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ അവരുടെ ആ ഫസ്റ്റ് വണ്ടിയിലെ സാധനങ്ങൾ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം അഴിക്കുന്നത് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ വേറെ തന്നെ എടുക്കേണ്ടി വരും. അതുപോലത്തെ സംഭവങ്ങളുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൊണ്ടുവരണം. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിൽ. ഈ പാക്ക് അയക്കുമ്പോൾ ഞാൻ നാളെ വരും കേട്ടോ. നാളെ തറവാട്ടിൽ വന്നിട്ട് ഈ പാക്ക് അയക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഇത് ചെക്കൻ്റെ അച്ഛനാണ്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കണം. കാലെല്ലാം കഴുകിയിട്ട് സ്വീകരിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അതപ്പോൾ ഒരു പ്ലേറ്റിൽ കണ്ടോ പൂവൊക്കെ എടുത്തിട്ട്, അപ്പോൾ പെങ്ങളൂട്ടി മുരുടയിൽ വെള്ളം കൊണ്ടുവരണം. അപ്പോൾ പൂവും താലമൊക്കെ കൊണ്ടുവന്ന് അവരെ സ്വീകരിക്കണം. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ അവരെ. അപ്പോൾ അവർ 2 വണ്ടിയിൽ സാധനങ്ങളുമായിട്ടായിരിക്കും വരിക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ അവിടെ കാല് കഴുകുന്നുണ്ടോ പെങ്ങൾ. അവരെ ഇത് അച്ഛൻ്റെ ഏട്ടനാട്ടിയാണ്. അപ്പോൾ പെങ്ങൾ കാല് കഴുകി സ്വീകരിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ ചടങ്ങാണ്, ഇതൊക്കെ ചടങ്ങാണ്. അപ്പം അച്ഛൻ പൂവെല്ലാം ഇട്ടിട്ട് അവരെ സ്വീകരിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. പെണ്ണിൻ്റെ അച്ഛന് ഏട്ടന്മാർ അവരെ ആൾക്കാരെല്ലാം കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പം നമ്മളെ പെങ്ങളും കൂടി അങ്ങോട്ട് പോവുകയാണ് അവരെ കൂട്ടിയിട്ട് വരാൻ. അവരെ സ്വീകരിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. അവരങ്ങോട്ട് കയറി വരില്ല, അവിടെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുകയുള്ളൂ. എന്നിട്ട് അവർ സാധനങ്ങൾ കൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ കുറേ മധുരപലഹാരങ്ങളും, പിന്നെ ആദ്യമായിട്ട് വരുന്നല്ലേ പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ ആൾക്കാർ അവർ ആദ്യമായിട്ട് വരികയല്ലേ. അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്ന് 3ാമത്തെ ദിവസമാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. റിസപ്ഷൻ 3ൻ്റെ അന്നാണ്. അപ്പോൾ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ സ്വീകരിച്ച് ഉള്ളിലേക്ക് കയറ്റണം. അപ്പോൾ കാലെല്ലാം കഴുകി സ്വീകരിക്കാൻ അവിടെ ആരുമില്ലല്ലോ, അവർ കയറില്ല, അവരവിടെ തന്നെ നിൽക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ അവരെ കൂട്ടത്തിൽ വന്ന ആൾക്കാരും എല്ലാവരും കയറി വരിക. ഇത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ 2 മക്കളാണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനൊന്നെടുത്തതാണ്. അപ്പോൾ നമ്മളെ ഫാമിലി മെമ്പേഴ്സും അവരുടെ കുടുംബങ്ങളുടെ എല്ലാവരും ഇന്നത്തെ ഫംഗ്ഷൻ ചെക്കൻ്റെ വീട്ടിലുള്ള ഫംഗ്ഷനാണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോകണം. ഫോട്ടോസൊക്കെ കുറേ എടുത്തു കഴിഞ്ഞു. പിന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം എന്നാണ്. അപ്പോൾ അവർ ഇത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ അവർ സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ഒരു ഭാഗത്ത് വെക്കും. നാളെയാണ്, ഇന്ന് രാത്രി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെയാണ് നമ്മളെല്ലാം ഒതുക്കി പെറുക്കി വെക്കുന്നത്. അപ്പോൾ ഒതുക്കി പെറുക്കി വെച്ചിട്ട് നാളെ ഞാൻ തറവാട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും, ഒരു കുടുംബത്തിലേക്ക് എന്തൊക്കെ വേണം അത്രയും സാധനങ്ങൾ, ചൂല് മുറം എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളും വേണം. ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള സംഗതി നാളെ കാണിച്ചു തരാം.
അപ്പോൾ അതെല്ലാം ഓരോ സാധനങ്ങളും കൊണ്ട് നിറക്കുന്നുണ്ട്. ഇതൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന അവരാണ്, കുടുംബങ്ങൾ. അപ്പോൾ അവരൊക്കെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് 100 പേര് ബരജാത്രി പോയില്ലേ, അപ്പോൾ ഈ ചെക്കൻ്റെ വീട്ടിലെ ഫംഗ്ഷന് അവിടുന്ന് 100 പേര് ഇങ്ങോട്ട് വരും. അപ്പോൾ അവർക്കുള്ള ഫുഡ് നമ്മൾ ഒരുക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കല്യാണങ്ങൾ കേട്ടോ. ഫ്രണ്ട്സും എല്ലാവരും വന്ന് നല്ല വീടെല്ലാം കണ്ട് ഭക്ഷണം, അവർക്കൊക്കെ മുകളിലാണ് ഭക്ഷണമൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഭക്ഷണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ സാധനങ്ങൾ ഇറക്കുന്നതും ഇത് നല്ലൊരു ഡ്രസ്സിങ് ടേബിൾ കണ്ടോ, മെയിനാണ്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ അവരെ കണ്ണാടിയിൽ എൻ്റെ ഫേസ് കണ്ട പയ്യടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഫേസ് ഞാൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ നാണം കുടുങ്ങിയിട്ടൊന്ന് മാറിയതാണ്. അപ്പം മോൻ പറയാതെ അമ്മേനെ കാണുന്നതെന്ന് മാറിയതാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഡ്രസ്സിങ് ടേബിൾ. അപ്പം നാളെ നമ്മൾ ഈ ബെഡ്റൂമിൽ ഇതെല്ലാം സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വേറെ വണ്ടിയിൽ സാധനങ്ങൾ വന്നിട്ടുണ്ട്, 2 വണ്ടി സാധനങ്ങൾ വന്ന്. അപ്പോൾ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടോ, തെങ്ങൊക്കെ കണ്ടോ, വാഴക്കൊല, തെങ്ങ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വാഴ കന്ന് കൊണ്ടുവരും, തെങ്ങ് കൊണ്ടുവരും. പണ്ടത്തെ കാലത്ത് ഒരു പശുക്കുട്ടീനെ കൂടി കൊണ്ടുവരും അത്രേ. ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കുമ്പോൾ കുറച്ച് അവരുടെ ഒരു ചടങ്ങാണ് അതൊക്കെ. എൻ്റെ അമ്മയൊക്കെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പശുക്കുട്ടീനെയൊക്കെ കൊണ്ടുവന്നു. ഇത് ബെഡ്. അപ്പോൾ എല്ലാ സാധനവും ഒരു കുടുംബത്തിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം പെണ്ണ് കൊണ്ടുവരണം. ഇപ്പോൾ 2 വണ്ടി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മാമൻ്റെ മോള്, അവൾ പോകാൻ നിൽക്കുകയാണ് റെഡിയായിട്ട്. അപ്പോൾ ഒന്ന് എടുത്തതാണ്. ഇല്ല, ഇന്ന് 3ാമത്തെ ദിവസമാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ദിവസത്തിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. റിസപ്ഷൻ്റെ അന്നാണ് സാധനങ്ങളൊക്കെ വരുന്നത്. ഇനി അവർക്ക് ബെഡ് ഒരുക്കണം. നാളെയാണ് അവരുടെ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് പറയുന്ന പോലെ നാളെയാണ് അവർക്ക് 4ാമത്തെ ദിവസമാണ് ഇവിടുത്തെ ആദ്യ രാത്രി. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിന് ഇന്ന് റിസപ്ഷന് വരുമ്പോഴാണ് അവർ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇന്ന് സെറ്റാക്കണം. ബെഡ്റൂമൊക്കെ ഇന്ന് നാളെയായിട്ട്, ഇന്നത്തെ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം സെറ്റാക്കണം. അപ്പോൾ ഇവിടെ അവർ കൂട്ടത്തിൽ വന്നവരെല്ലാം ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെയാണ്. എല്ലാം കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി എല്ലാം നമ്മൾ ഇവരുടെ ഈ തിരക്കുംബഹളം കഴിഞ്ഞിട്ടാണ് നമ്മളതെല്ലാം ഒരുക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയായിട്ടാണ് ഒരുക്കുന്നത്. അപ്പം ഇതിവിടെയാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഞാൻ രാവിലെ കാണിച്ചില്ലേ. അവർക്ക് ഗസ്റ്റുകൾക്ക് വരുന്നവർക്കെല്ലാം കൊടുക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഈ ഏരിയയിലാണ്. അപ്പോൾ അത് മോനെ വിട്ടിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമ്മൾ ടെറസിൻ്റെ മുകളിലും കുറച്ച് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു ഭാഗത്ത് അങ്ങ് വെച്ചിട്ടേ ഉള്ളൂ. കട്ടിൽ, ഡ്രസ്സിങ് ടേബിൾ, അലമാര എന്ന് പറയേണ്ട എല്ലാ സാധനം, ചൂല് മുറന്ന് പറയുന്ന എല്ലാ സാധനവും ഉണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ. എല്ലാം പൊളിക്കുന്നതും എല്ലാം ഒരുക്കി വെക്കുന്നതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം, എന്തൊക്കെ സാധനങ്ങളാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ മുകളിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. പുറത്തുള്ള അയൽവക്കക്കാർ അവരൊക്കെയാണ് റോഡിലൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കുന്നിടത്ത് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് വന്നു. വീട്ടിലെത്തിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഗേറ്റൊക്കെ അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള 4ാമത്തെ ദിവസം അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ, അതും വലിയൊരു ചടങ്ങാണ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് തറവാട്ടിൽ പോകണം. അപ്പോൾ അതിൻ്റെ തന്നെ വീഡിയോ വേറെ എടുക്കുന്നുണ്ട്. അതും ഭയങ്കര ഒരു ബഹുരസമായ വീഡിയോ തന്നെയാണ് ഫസ്റ്റ് നൈറ്റിലെ വീഡിയോ. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ മാരേജ് റിസപ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ടൈം 12 മണിയായി. ഒക്കെ വേണം, 12 മണിയായി. അപ്പോൾ അടുത്തൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.